ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്ന് നമ്മൾ ഗാനമേള കാണാൻ പോവാണ് കേട്ടോ. നമ്മുടെ ഇവിടെ അടുത്തൊരു അമ്പലത്തിലെ, നെടിയാണിക്കൽ അമ്പലത്തിലെ ഇന്ന് ഗാനമേളയാണ്. പട്ടാളക്കാരുടെ ഗാനമേള ഇല്ലേ? പട്ടാളക്കാർ സംഘടിപ്പിക്കുന്ന ഗാനമേളയാണ്. അത് കാണാൻ വേണ്ടി ഞങ്ങൾ പോവാണേ. അപ്പം ഫസ്റ്റ് ടൈമാണ് ഞാനിങ്ങനൊരു ഗാനമേളയൊക്കെ കാണുന്നത്. ഇപ്പം സമയം 7 മണിയായിട്ടുണ്ട്. എന്തായാലും തുടങ്ങിയിട്ടൊന്നുമില്ല. നമ്മുടെ വീട്ടിൽ നിന്നാൽ തന്നെ സൗണ്ടൊക്കെ കേൾക്കാം കേട്ടോ. അപ്പം നമുക്ക് പോവാം. അങ്ങനെ നമ്മളെല്ലാവരും കൂടെ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. 7:30-ക്കാണ് ഈ ഗാനമേള. വീടിന് അടുത്തായതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ഇനി വന്നു. ലൈറ്റ്സ് അറേഞ്ച്മെന്റ് ഒക്കെ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ ഇറങ്ങുന്നതിന് മുമ്പ് ഇവന്മാർക്ക് വെള്ളമൊക്കെ കൊടുത്തിട്ടാണ് ഇറക്കുന്നത്. അല്ലെങ്കിൽ ഗാനമേള തുടങ്ങുമ്പോഴായിരിക്കും കേട്ടോ വെള്ളമൊക്കെ വേണമെന്ന് പറയുന്നത്. പിന്നെ നമ്മൾ ആദ്യമേ വന്നത് അമ്പലത്തിലോട്ടാട്ടോ. അമ്പലത്തിൽ തൊഴുതിട്ടേ ഗാനമേളയ്ക്ക് അങ്ങോട്ട് പോത്തുള്ളേ. എന്തായാലും ഒരുപാട് നേരം ഇരുന്ന് നമുക്ക് ഗാനമേള കാണാനൊന്നും പറ്റത്തില്ല കേട്ടോ. നന്നൂസിനെയും കുഞ്ഞുങ്ങളെയും കൊണ്ടൊക്കെ വന്നോണ്ട് നമ്മൾ കുറച്ചൊക്കെ കണ്ടിട്ട് നമ്മളങ്ങ് തിരികെ പോവും. അവർക്കൊക്കെ ഉറങ്ങേണ്ട ഒരു സമയം കൂടിയല്ലേ ഇപ്പോൾ. അപ്പോൾ നമ്മൾ തൊഴിലെല്ലാം കഴിഞ്ഞ് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പം തുടങ്ങുന്നുണ്ടായിരുന്നുള്ളൂ. നല്ല രസമുണ്ട് കേട്ടോ ലൈറ്റൊക്കെ കിടക്കുന്ന കാണാൻ. ആർമിയെ ഇഷ്ടമുള്ളതുകൊണ്ട് കൈയടിച്ചു. ഇന്ത്യൻ ആർമിയെ. വാവ്, അതാണ് നമ്മുടെ ഇന്ത്യൻ ആർമി. ഞാൻ ആദ്യം പറഞ്ഞു, നമ്മൾ ധൈര്യമായിട്ട് ഇപ്പോൾ വീട്ടിൽ കിടന്ന് ഉറങ്ങുന്നുണ്ടെങ്കിൽ അതിന് ഏറ്റവും വലിയൊരു കാരണക്കാർ അവർ തന്നെയാണ്. കാരണം നമ്മുടെ രാജ്യത്തിന് വേണ്ടി, നമ്മുടെ നാടിന് വേണ്ടി അവർ നമുക്ക് വേണ്ടി കഷ്ടപ്പെടുകയാണ്. അപ്പോൾ ആ ഒരു ഇന്ത്യൻ പട്ടാളത്തിന് വേണ്ടി നമ്മുടെ ക്യൂൻസ് ഓഫ് കൊച്ചിൻ അണിയിച്ചു കൊടുക്കുന്ന ഒരു ട്രിബ്യൂട്ടാണ് അടുത്തത്. അപ്പൊ നമുക്ക് തുടങ്ങാൻ റെഡിയല്ലേ? ഓക്കെ, റെഡി. ഹോപ്പ് യു ലൈക്ക് ദിസ് സെക്ഷൻ. ലെറ്റ്സ് വെൽക്കം ക്യൂൻസ് ഓഫ് കൊച്ചിൻ. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ നമുക്ക് വേണ്ടി കഷ്ടപ്പെടുന്ന നമ്മുടെ പ്രിയപ്പെട്ട, അത് കൂടാതെ നമ്മളിൽ നിന്ന് മൺമറഞ്ഞു പോയ, നമുക്ക് വേണ്ടി നമ്മുടെ രാജ്യത്തിന് വേണ്ടി വീരമൃത്യു വരിച്ച പ്രിയപ്പെട്ട നമ്മുടെ ഇന്ത്യൻ പട്ടാളക്കാർ ആരെല്ലാം ഉണ്ടോ അവരുടെ കുടുംബത്തിനും അവർക്കും വേണ്ടി, ഇന്ത്യൻ പട്ടാളത്തിനെ ഇഷ്ടപ്പെടുന്നവർക്കും വേണ്ടിയാണ് ട്രിബ്യൂഷൻ. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. ഇത് സോങ് ഡെഡിക്കേറ്റഡ് ഫോർ ഓൾ ഇന്ത്യൻ ആർമി മെമ്പേഴ്സ്. താങ്ക് യു സോ മച്ച് വൺസ് അഗൈൻ.
ख्वाहिश है खुदाया അഭയം താണ്ടി ഗാനമേള എല്ലാം കഴിഞ്ഞ് നമ്മൾ വന്നു കേട്ടോ. ഗാനമേള കഴിഞ്ഞിട്ടില്ല, പകുതി ആയപ്പോഴത്തേന് നമ്മളിങ്ങി പോന്നു. കുഞ്ഞുങ്ങളെല്ലാം ഉറക്കത്തിൻ്റെ ഒരു ഇത് കാണിച്ചു തുടങ്ങി. അപ്പം വീട്ടിൽ വന്ന് ഫുഡൊക്കെ കൊടുക്കണ്ടേ,
അല്ലെങ്കിൽ അവിടെ ഇരുന്ന് തന്നെ ഉറങ്ങും, പിന്നെ ഒന്നും കഴിക്കത്തുമില്ല. അപ്പം പിന്നെ നമ്മളിങ്ങനെ പോന്നു. അത് പറഞ്ഞ് പോരാൻ മനസ്സില്ലായിരുന്നു, അത്രയ്ക്ക് നല്ല സൂപ്പർ ഗാനമേളയായിരുന്നു കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് ഇതുപോലെ ഇങ്ങനെ കേൾക്കുന്നത്. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു, നല്ല രസമുണ്ടായിരുന്നു. ലൈറ്റ്സും മൊത്തത്തിൽ നല്ലൊരു അന്തരീക്ഷമായിരുന്നു കാണാൻ. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ടാറ്റാ.